കടലാസിലേക്ക് സ്വാഗതം. ഞാൻ ഇഷ, കേന്ദ്ര വിദ്യാലയ എറണാകുളം 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഈ കഥ ഞാൻ സ്വന്തമായി എഴുതിയതാണ്. ചിത്രങ്ങളും ഉണ്ടേ. കഥ കേൾക്കാം. ഒരിടത്തൊരിടത്ത് ട്വീറ്റി എന്നൊരു കിളി ഉണ്ടായിരുന്നു. അങ്ങ് ദൂരെ ഒരു മലനിരയിലായിരുന്നു ട്വീറ്റി ജീവിക്കുന്നത്. അവൾക്ക് കൂട്ടുകാരാരുമില്ലായിരുന്നു. ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുവാനും ബുദ്ധിമുട്ടായിരുന്നു. കുറെ പൂക്കളും പരങ്ങളും വെള്ളച്ചാട്ടവും പച്ചപ്പും കൂട്ടുകാരും ഒക്കെയുള്ള ഒരു മനോഹരമായ സ്ഥലത്ത് താമസിക്കുക എന്നായിരുന്നു ട്വീറ്റിയുടെ സ്വപ്നം. ഒരു ദിവസം രാവിലെ ആരോ കരയുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത്. നോക്കിയപ്പോൾ നല്ല ചുവന്ന നിറമുള്ള ഒരു കിളി. ട്വീറ്റി അവളോട് ചോദിച്ചു, ആരാണ് നീ? എവിടുന്നാ എത്തിയത്? നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാനൊരു ദേശാടന പക്ഷിയാണ്. കൂട്ടുകാർക്കൊപ്പം മറ്റൊരു രാജ്യത്ത് നിന്ന് വരികയായിരുന്നു. എനിക്ക് കൂട്ടം തെറ്റിപ്പോയി. ഞാൻ ഒറ്റയ്ക്കായി. അത് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ട്വീറ്റി അവളെ സമാധാനിപ്പിച്ച് ഭക്ഷണവും നൽകി. പെട്ടെന്ന് തന്നെ അവരടുത്ത കൂട്ടുകാരായി. സമയം സന്ധ്യയോടടുത്തു. മരച്ചില്ലയിൽ നിന്ന് ട്വീറ്റി മുകളിലേക്ക് നോക്കിയപ്പോൾ ആകാശം മൊത്തം ചുവന്നതുപോലെ. കൂട്ടം തെറ്റിയ തങ്ങളുടെ കൂട്ടുകാരെ തേടി മറ്റ് ദേശാടന പക്ഷികൾ എത്തിയിരിക്കുന്നു. ദാ നിന്റെ കൂട്ടുകാർ. സന്തോഷമായോ നിനക്ക്? ട്വീറ്റി കൂട്ടുകാരിയോട് ചോദിച്ചു. സന്തോഷം കൊണ്ട് അവൾ ചിലച്ചുകൊണ്ടേയിരുന്നു. ലക്ഷ്യത്തിലേക്ക് പറക്കുവാൻ തയ്യാറായ ദേശാടന കിളിക്ക് ട്വീറ്റിയെ പിരിഞ്ഞു പോകാൻ മനസ്സ് വന്നില്ല. അവൾ ട്വീറ്റിയോട് ചോദിച്ചു, തൻ്റെ കൂടെ പോരുമോ എന്ന്. തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യமான സന്തോഷത്താൽ ട്വീറ്റിയും അവർക്കൊപ്പം യാത്രയായി. കഥ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നന്ദി, നമസ്കാരം.